കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എവർക്കും സ്നേഹവന്ദനങ്ങൾ. പിന്നെ നമുക്ക് ദൈവശബ്ദം കേൾക്കുവാൻ ഒരവസരം കൂടി ദൈവം പ്രദാനം ചെയ്തതിനാൽ കർത്താവിന് സ്തോത്രം ചെയ്യാണ്. നമ്മുടെ സാഹചര്യങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിലാണ് നാം ഇന്നായിരിക്കുന്നത്. നമ്മുടെ പ്രതീക്ഷകൾക്കപ്പുറത്തായിട്ട് പല സാഹചര്യങ്ങൾക്കും മാറ്റങ്ങളെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ മാറ്റങ്ങളുടെ പുറകിൽ ദൈവത്തിൻ്റെ കരം എന്ന് അറിയുവാൻ ദൈവം നമ്മളെ സഹായിച്ചുകൊണ്ട് ഇരിക്കുകയാണല്ലോ. നമ്മുടെ സാഹചര്യങ്ങൾ ചിലത് നമുക്ക് അനുകൂലമാണ്, ചില സാഹചര്യങ്ങൾ നമുക്ക് ഇഷ്ടമില്ലാത്ത സാഹചര്യങ്ങളാണ്. ഏത് സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നാലും അവിടെയൊക്കെയും ദൈവത്തിൻ്റെ കരം ഉണ്ട് എന്നുള്ളത് നാം ഗ്രഹിക്കുവാനായിട്ട് ഇടയായിത്തീരണം. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ എന്താണ് നമ്മുടെ റെസ്പോൺസ്? ചിലപ്പോൾ നാം അതിന് അനുകൂലമായിട്ട് പ്രതികരിക്കാറുണ്ട്, മറ്റു ചിലപ്പോൾ പ്രതികൂലമായിട്ട് പ്രതികരിക്കാറുണ്ട്. എന്നാൽ ദൈവത്തിന് സാഹചര്യങ്ങളെ മാറ്റുന്നതിന് ചില കാരണങ്ങളുണ്ട്. നാം അത് തിരിച്ചറിയുവാൻ ദൈവം നമ്മിന്നും ആഗ്രഹിക്കുന്നത്. God has a reason to change the circumstances and God wants us to acknowledge it and God wants us to understand why God changes these circumstances. ഇന്ന് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഹോശേയ പ്രവചനം 6-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ്. ഇവിടെ അതിൻ്റെ 3-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: യഹോവയെ അറിയുവാൻ ഉത്സാഹിക്കുക. ഇവിടെ യഹോവയെ അറിയുക, നാം ദൈവമക്കളാണ്, നാം ദൈവത്തെ അറിയുന്നവരാണ്. എന്നാൽ അതിനകത്ത് നമ്മുടെ സാഹചര്യങ്ങൾ മാറി വരുമ്പോൾ നാം അധികം ദൈവത്തെ അറിയുവാനുള്ള ഒരു ഉത്സാഹം ഉണ്ടായിരിക്കണം. ഉത്സാഹം, പ്രസോൺ എന്ന് പറയുന്നത് ഇവിടെ അർത്ഥമാക്കുന്നത് ഒരു വേട്ടക്കാരൻ ഇരയെ തേടി പോകുന്നു, അതിൻ്റെ ഇരയെ തേടി ചേസ് ചെയ്ത് പോകുന്നത് പോലെ ദൈവത്തെ അറിയുവാനായിട്ടുള്ള ഒരു വലിയ താല്പര്യവും വാഞ്ചയും അതിനുവേണ്ട ഉത്സാഹവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇന്ന് നാം നേരിടുന്നത് നമുക്ക് അനുകൂലമായൊരു സാഹചര്യമല്ല. ഇതുവരെയും നാം അനുഭവിച്ചു വന്ന സാഹചര്യങ്ങളിൽ വ്യത്യസ്തമായി, നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നിന്നും വ്യത്യസ്തമായിട്ട്, നമ്മുടെ പ്രാക്ടീസുകളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് കടന്നു വന്നിരിക്കുമ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ കരം എന്താണെന്നും ദൈവത്തെ അറിയേണ്ടതുപോലെ നമുക്കറിയുവാൻ കഴിയുന്നില്ലെങ്കിൽ അത് അറിയുവാനുമുള്ള ഒരു വലിയ വാഞ്ച നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഈ വേദഭാഗത്തിൻ്റെ പശ്ചാത്തലം നാം പഠിച്ചാൽ ഇസ്രായേൽ മക്കൾ അശൂര്യരുടെ പുറകെ പോകുന്നതായിട്ട് കാണുവാൻ കഴിയും. യഹോവയായ ദൈവത്തിൻ്റെ ഉടമ്പടി പ്രകാരം ഉള്ള ദൈവജനം, അല്ലെങ്കിൽ ആ കവനൻ്റൽ റിലേഷൻഷിപ്പിലുള്ള ദൈവജനം, അവരുടെ ജീവിതത്തിൽ അശൂര്യരെ തേടി വിടുതലിനായിട്ട്, സൗഖ്യത്തിനായിട്ട് പോകുന്നത് കാണുവാൻ കഴിയും. ഹോശേയ പ്രവചനം 5-ാം അധ്യായത്തിൻ്റെ 12 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, അതുകൊണ്ട് ഞാൻ എഫ്രൈമിന് പുഴുവും യഹൂദാഗ്രഹത്തിന് ദ്രവത്വമായിരിക്കും. എഫ്രൈം തൻ്റെ വ്യാധിയും യഹൂദ തൻ്റെ മുറിവും കണ്ടപ്പോൾ എഫ്രൈം അശൂരിൽ ചെന്ന് യുദ്ധതൽപരനായ രാജാവിൻ്റെ അടുക്കൽ ആളയച്ച്, എങ്കിലും നിങ്ങളെ സൗഖ്യമാക്കുവാനും നിങ്ങളെ മുറിവ് പൊറിപ്പിക്കുവാനും അവന് കഴിഞ്ഞില്ല. ഇവിടെ നാം കാണുന്നത് ഇസ്രായേൽ മക്കൾ അവരുടെ ജീവിതത്തിൽ സൗഖ്യമില്ലാത്ത അവസ്ഥ, ദ്രവത്വം ബാധിച്ച അവസ്ഥ, പുഴു അവരെ ഗ്രാജുവലായിട്ട് ദ്രവിപ്പിച്ച് അല്ലെങ്കിൽ സംഹരിച്ച് കളയുന്ന അവസ്ഥ, അവരുടെ സ്ട്രെങ്ത് എല്ലാം നഷ്ടപ്പെട്ട്, അവരുടെ റിസോഴ്സുകളെല്ലാം നഷ്ടപ്പെട്ട്, അവരുടെ സാമ്പത്തിക ഭദ്രകളെല്ലാം നഷ്ടപ്പെട്ട ഒരവസ്ഥയിൽ, ഈ ഒരവസ്ഥയിലാണ് ഇവർ അശൂര്യരെ തേടി പോകാനായിട്ട് ഇടയായി തീർന്നത്. പക്ഷെ അശൂര്യര് അവരെ സഹായിക്കുവാനായിട്ട് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, അവരെ തേടിപ്പോയവരെ കീഴ്പ്പെടുത്തുവാനും അവരെ പിൽക്കാലങ്ങളിൽ ബന്ധികളായിട്ട് കൊണ്ടുപോകാനുമായിട്ട് ഇടയായി തീർന്ന ഒരു സാഹചര്യം ഇവിടെ കാണുവാനായിട്ട് കഴിയും. ഇവിടെ യഹോവയായ ദൈവം ഈ ജനത്തെ അത് കൈവിട്ട് കളഞ്ഞോ, ഉപേക്ഷിച്ച് കളഞ്ഞോ എന്നൊക്കെയുള്ള ചിന്ത ജനത്തിന് കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ദൈവം അവരെ തള്ളിക്കളഞ്ഞു. ഇവിടെ അവർ ഒരു പുതിയ തീരുമാനം എടുക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. അവരുടെ നിസ്സഹായതയുടെ മധ്യത്തിൽ അവർക്ക് അവരുടെ സൗഖ്യമില്ലാതിരിക്കുന്ന ജീവിതത്തിൻ്റെ അവസ്ഥകളിൽ ഭാവിയെക്കുറിച്ചുള്ള ആ ഒരു വലിയ ക്വസ്റ്റ്യൻ അവരുടെ ജീവിതത്തിൽ ഉയർന്നു വന്ന സാഹചര്യത്തിൽ അവർ ഇവിടെ മനസ്സിലാക്കുന്നത്
യഹോവയെ അറിഞ്ഞ് യഹോവയുടെ അടുക്കലേക്ക് മടങ്ങി വന്നെങ്കിൽ മാത്രമേ അവരുടെ ജീവിതത്തിന് പരിഹാരമുള്ളൂ, അല്ലെങ്കിൽ പ്രശ്നത്തിന് പരിഹാരമുള്ളൂ എന്ന് അവർ റിയലൈസ് ചെയ്യുവാനായിട്ട് ഇടയായിത്തീരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇവർ പറയുന്നു, 1-ാം വാക്യത്തിൽ നമ്മുടെ വായിക്കുന്നു, വരുവീൻ നാം യഹോവയുടെ അടുക്കലേക്ക് ചെല്ലുക. അപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുവാനുള്ള ഒരു റെസല്യൂഷൻ അവിടെ അവർ പാസ്സാക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. കാരണം ആവർത്തന പുസ്തകം 32-39 വായിക്കുന്നു, അവൻ കൊല്ലുന്നവനാണ്, ജീവിപ്പിക്കുന്നവനാണ്, തകർക്കുന്നവനാണ്, അവൻ സൗഖ്യമാക്കുന്നവനാണ്, അവൻ്റെ കയ്യിൽ നിന്നും വിടുവിപ്പാൻ ആർക്കും കഴിയുകയില്ല. ഈ ഒരു യാഥാർത്ഥ്യം ഇസ്രായേൽ മക്കൾക്ക് അറിയാം. എങ്കിലും ആ ദൈവത്തിനെ ആശ്രയിക്കാതെ അവർ പോയതുകൊണ്ട് അവരുടെ ജീവിതം അത് തകർന്നു പോകുന്ന, അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ റിസോഴ്സും നഷ്ടപ്പെട്ടു പോകുന്ന, അവർക്ക് നിൽക്കുവാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് കടന്നു വരികയാണ്. ആ ഒരു അവസ്ഥയിലാണ് അവർ ഒരു പുതിയ റെസല്യൂഷന് പാസ്സാക്കുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയുന്നത്. ആ റെസല്യൂഷൻ ഇതാണ്, മടങ്ങി വരുവിൻ, വരുവീൻ നാം യഹോവയുടെ അടുക്കലേക്ക് ചെല്ലുക. അപ്പോൾ ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെന്നെങ്കിൽ മാത്രമേ അവരുടെ ജീവിതത്തിന് പരിഹാരമുള്ളൂ എന്ന് വളരെ വ്യക്തമായിട്ട് അവരിവിടെ ഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവർ മനസ്സിലാക്കുന്ന അവരുടെ സോഴ്സ് ഓഫ് ഹീലിംഗ് എന്ന് പറയുന്നത് യഹോവ ദൈവമാണ്. അത് ഗ്രഹിക്കാതെ കുറേ നാളുകളൊക്കെ, കുറേ വർഷങ്ങളൊക്കെ അവർ മുൻപോട്ട് പോയി. എന്നാൽ ഇപ്പോഴവർ മടങ്ങി വരുവാനുള്ള ഒരു തീരുമാനം കാണുവാനായിട്ട് കഴിയും. ഇവിടെ ദൈവത്തിൽ വളരെ ആശ്രയിച്ച്, ദൈവത്തിൽ അതെ വളരെ വളരെ ചേർന്ന്, അല്ലെങ്കിൽ ദൈവത്തോട് ക്ലിങ് ഓൺ ടു ഗോഡ്, ദൈവത്തിൽ അതെ ആശ്രയിച്ച് മുൻപോട്ട് പോകുന്ന ഒരവസ്ഥ കാണുവാനായിട്ട് കഴിയും. ദർ ഇസ് നോ അതർ ഓപ്ഷൻ. വിടുതൽ പ്രാപിക്കാൻ വേറൊരു മാർഗവുമില്ല. ദൈവത്തിൽ മാത്രമേ അവർക്കിനി വിടുതലുള്ളൂ എന്ന് ഗ്രഹിക്കുന്ന ഒരവസ്ഥ കാണുവാനായിട്ട് കഴിയും. നാം നേരിടുന്ന ഓരോ പ്രതിസന്ധികളും, ഓരോ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ഗോഡ് വാണ്ട്സ് us to cling on to God. ദൈവത്തിൽ നാം പൂർണ്ണമായിട്ട് അത് തൂങ്ങിക്കിടക്കുന്ന ഒരവസ്ഥ ഉണ്ടാകണം. അതിനുവേണ്ടിയുള്ള അവസ്ഥകളാണ് ദൈവം ഈ ദിവസത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുക്കി തരുന്നത്. പലപ്പോഴും നാം അത് ഗ്രഹിക്കാതെ പോകുന്നു. നമുക്കതിന് സമയമില്ലാതിരുന്ന ഒരവസ്ഥയുണ്ട്. ഒരു സമയം ഇല്ല, ഒന്നിനും സമയമില്ല. നാം ഇങ്ങനെ ഈ ലോകത്തിൽ ഇങ്ങനെ ഓടി നടക്കുന്ന ഒരവസ്ഥയുണ്ട്. പലതിനു വേണ്ടി നാം അധ്വാനിച്ച് പല ഇടങ്ങളിൽ പോയി പല കാര്യങ്ങൾ ചെയ്ത് സമയമില്ലാതെ, ഐ ഹാവ് നോ ടൈം എന്ന് പറയുന്ന ഒരവസ്ഥ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലുണ്ട്. ദൈവത്തിൻ്റെ അടുത്തേക്ക് കടന്നു വരുവാനും ദൈവത്തിൽ ക്ലിങ് ഓൺ ചെയ്യുവാനും കഴിയാത്ത അവസ്ഥ. എന്നാൽ ദൈവം ഈ ദിവസത്തിൽ നമുക്ക് ഒരുക്കുന്ന അവസ്ഥ അത് ദൈവത്തിൽ ക്ലിങ് ഓൺ ചെയ്യുവാനാണ്, അവനെ തൂങ്ങിക്കിടക്കുവാനുള്ള ഒരു സമയമാണ്. ഇതാണ് യാക്കോബ് ആ യാബോക്ക് കടവിൻ്റെ തീരത്ത് അത് ക്ലിങ് ഓൺ ചെയ്യാൻ നമുക്ക് കാണുവാനായിട്ട് കഴിയും. മോശ പ്രവചനത്തിൽ നാം അത് വായിക്കുന്നു, 12-14 വായിക്കുന്നു. അവൻ ദൂതനോട് പൊരുതി, അവൻ കരഞ്ഞ് അപേക്ഷിച്ചു. എന്താണ് യാക്കോബിന് സംഭവിച്ചത്? അവൻ്റെ സ്വയത്തെ കീഴ്പ്പെടുത്തുവാൻ കഴിയാതെ അവൻ ഓടി. 10-20 വർഷം അവൻ ഓടുവാനിടയായി തീർന്നു. ദൈവത്തെ അനുഭവിച്ചു. അതെ, യാക്കോബ് ദൈവത്തെ അറിഞ്ഞു, ദൈവിക ദർശനം പ്രാപിച്ചു. പക്ഷെ അടുത്ത 20 വർഷം യാക്കോബിൻ്റെ വഴിയിൽ ഓടി നടക്കുകയാണ്. പക്ഷേ സിറ്റുവേഷൻ കടന്നു വന്നു. ദൈവം സാഹചര്യങ്ങളെ മാറ്റുവാനിടയായി തീർന്നു. ആ സാഹചര്യങ്ങളൊക്കെ മാറി വന്നപ്പോൾ ഇവിടെ കാണുവാൻ കഴിയുന്നത് യാക്കോബ് അത് ദൈവത്തിൽ അത് ക്ലിങ് ഓൺ ചെയ്യുന്നത് കാണുവാനായിട്ട് കഴിയും. അവൻ കരഞ്ഞ് ദൂതനോട് അപേക്ഷിക്കുന്നു. അവൻ്റെ സ്വയത്തെ കീഴ്പ്പെടുത്തുവാൻ കഴിയാതെ അവൻ മല്ല് കെട്ടുമ്പോഴാണ് ദൈവം അവൻ്റെ സ്വയത്തെ കീഴ്പ്പെടുത്തുവാനായിട്ട് അവൻ്റെ തുടയിൽ തൊടുന്നതായിട്ട് കാണുവാൻ കഴിയും. ഇളുക്ക് തെറ്റുന്നതായിട്ട് കാണുവാൻ കഴിയും. അവന് നിൽക്കുവാൻ കഴിയുകയില്ല. നിൽക്കുവാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ് അവൻ തൂങ്ങിക്കിടക്കുന്നതായിട്ട്, ദൂതനിൽ തൂങ്ങിക്കിടക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. കരഞ്ഞ് അപേക്ഷിക്കുന്ന കാണുവാൻ കഴിയും. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ ദൈവം നമ്മുടെ സാഹചര്യങ്ങളെ മാറ്റുമ്പോൾ അത് നാം ഈ യാക്കോബിനെ പോലെ ഒന്ന് തൂങ്ങി ക്ലിങ് ഓൺ ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകും. യാക്കോബ് തൻ്റെ ജീവിതത്തിൽ ഭയന്നുപോയി. യേശാവ് തന്നെ കാണാൻ വരുന്നു. യേശാവ് വരുന്നു എന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ യാക്കോബ് ഭയന്നുപോയി. അത് തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു പ്രതിസന്ധി, അത് കണ്ട് ഭയപ്പെടുന്ന ഒരു വിഷയം, അല്ലെങ്കിൽ അത് പേടിച്ചു പോകുന്ന ഒരു അവസ്ഥ യാക്കോബിൻ്റെ ജീവിതത്തിൽ കാണുവാനായിട്ട് കഴിയും. അവിടെ യാക്കോബ് തനിക്കുള്ളതിനെയൊക്കെയും വേർതിരിക്കുന്നു. ഇവിടെ തൻ്റെ ഭൗതികത്തെ ബാധിക്കുന്ന കാണുവാൻ കഴിയും. തൻ്റെ ആത്മീകത്തെ ദൈവം തന്നോട് പറഞ്ഞ ദൈവം പറഞ്ഞിട്ടാണ്, ദൈവം പറഞ്ഞ വാക്തത്വങ്ങൾ അത് യാക്കോബിന് വിശ്വസിക്കുവാൻ കഴിയാതെ പോകുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും.
തൻ്റെ ആത്മീയത്തെ ബാധിക്കാൻ മാത്രം, തൻ്റെ മനസ്സിനെ അത് ബാധിക്കുവാനായിട്ട് ഭയം കൊണ്ട് യാക്കോബ് നിറയാനിടയായി തീർന്നു. തൻ്റെ കുടുംബത്തെ അത് ബാധിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഭയം തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളെയും ബാധിച്ചു. അപ്പോൾ യാക്കോബിൻ്റെ ജീവിതത്തിലെ എല്ലാ മണ്ഡലങ്ങളെയും ബാധിച്ചു ഭയം തൻ്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ, നമ്മുടെ ജീവിതത്തിൽ സാഹചര്യങ്ങൾ മാറി വരുമ്പോൾ നാം ഭയപ്പെടുന്നവരാകരുത്. ദൈവം നമുക്ക് നൽകിയ അനേകം വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ച് cling on to God and the promises that God has given to us. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദത്തങ്ങളിൽ തൂങ്ങിക്കിടക്കുവാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇടയായി തീരുമെങ്കിൽ നിശ്ചയമായിട്ടും നമുക്ക് യാക്കോബ് അനുഭവിച്ചതുപോലെ ഒരു വലിയ ബ്ലെസ്സിങ് യാക്കോബിന്റെ ജീവിതത്തിൽ കടന്നു വന്നു. അവന്റെ മേൽ സൂര്യൻ ഉദിച്ചു എന്ന് നാം വായിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഒരു പുതിയ അധ്യായം അവന്റെ ജീവിതത്തിൽ ആരംഭിക്കാനായിട്ട് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഈ നേരിടുന്ന ക്രൈസിസിന്റെ മധ്യത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പുതിയ ആരംഭം കുറിക്കുവാൻ, ഒരു പുതിയ വെളിച്ചം നമ്മുടെ മേൽ പകരപ്പെടുവാൻ, ഒരു പുതിയ വഴി നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടുവാനായിട്ട് അത് ഈ ദിവസങ്ങളിൽ ദൈവത്തിൽ കൂടുതൽ ആശ്രയിച്ച് നമുക്ക് ജീവിക്കുവാനായിട്ട് ഇടയായി തീരണം. അത് ദൈവത്തെ അറിയുവാനുള്ള ഒരു ഉത്സാഹം നമ്മുടെ എവരുടെയും ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് ഇടയായി തീരണം. ഇവിടെ ഒരു അടിസ്ഥാനമില്ലാത്ത ഒരു ഭയമാണ് ഇവിടെ യാക്കോബിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്. നമുക്കറിയാം, മുൻപോട്ട് ചെല്ലുമ്പോൾ എല്ലാം വളരെ സുഗമമായിട്ട് കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടുന്നത് കാണുവാൻ കഴിയും. നമുക്ക് പ്രത്യാശിക്കാം. ഇപ്പോൾ നേരിടുന്ന വൈഷമ്യങ്ങൾക്കൊക്കെ മാറ്റം സംഭവിച്ച് ഒരു വലിയ മാറ്റം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം. നാം ആകേണ്ടതുപോലെ ഇടയായിത്തീരണം. ഇവിടെയാണ് യാക്കോബ് ഏകനായിട്ട് രാത്രിയിൽ അവിടെ ദൂതനുമായിട്ട് മല്ലിടുന്ന കാണുവാൻ കഴിയും. ഈ ദിവസത്തിൽ നമ്മുടെ ഏകാന്തതകൾ, നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ദൈവം ഒറ്റപ്പെടുത്തി നിർത്തിയിരിക്കുന്ന അവസ്ഥകൾ, ആ അവസ്ഥകൾ അത് രാത്രിയുടെ യാമങ്ങളാകട്ടെ പകൽ സമയങ്ങളാകട്ടെ ഈ ദൈവമായിട്ട് അത് അഭേദ്യമായ ഒരു ബന്ധത്തിലേക്ക് കടന്നു വരുവാനും ദൈവത്തെ അറിയുവാനും ഉള്ളൊരു വലിയ ഉത്സാഹം നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകുവാനായിട്ട് പ്രിയ ദൈവമക്കളെ നമുക്കിടയായിത്തീരണം. ഇവിടെ മറ്റൊന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഓർപ്പിക്കുന്നത്, ഈ ജനത്തെ ദൈവം ഡിസിപ്ലിൻ ചെയ്തൊരവസ്ഥയുണ്ട്. അതായത് ഹോശേയ 6:1 ഭാഗം മുതൽ നാം വായിക്കുമ്പോൾ, അവൻ നമ്മെ കടിച്ചു കീറിയിരിക്കുന്നു, അവൻ സൗഖ്യമാക്കും, അവൻ നമ്മെ അടിച്ചിരിക്കുന്നു, അവൻ മുറിവ് കെട്ടും, 2 ദിവസം കഴിഞ്ഞ് അവൻ നമ്മെ ജീവിപ്പിക്കും, 3-ാം ദിവസം അവൻ നമ്മെ ഉയർത്തെഴുന്നേൽപ്പിക്കും, നാം അവൻ്റെ മുൻപാകെ ജീവിക്കുകയും ചെയ്യും. ഇവിടെ ഈ ജനത്തിന് ദൈവം ഡിസിപ്ലിൻ ചെയ്തതായിട്ട് കാണുവാൻ കഴിയും. ദൈവത്തിൻ്റെ കരമാണ് ഇവിടെ പ്രവർത്തിച്ചത്, ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. കാരണം ഇവിടെ ഈ ജനം തെറ്റിപ്പോയി, ഇവരുടെ പ്രവാചകന്മാർ തെറ്റിപ്പോയി, ഇവരുടെ പുരോഹിതന്മാർ തെറ്റിപ്പോയി. ദൈവത്തിൻ്റെ ഒരു സന്ദർശനമായിട്ട് ഈ ജനം മനസ്സിലാക്കിയാണ്. അതിന് അവർ വിഭാവനം ചെയ്യുന്ന പ്രകാരമാണ്, അവൻ നമ്മെ കടിച്ചു കീറിയിരിക്കുന്നു, അവൻ നമ്മെ സൗഖ്യമാക്കും, അവൻ നമ്മെ അടിച്ചിരിക്കുന്നു, അവന് മുറിവ് കെട്ടും, അവൻ 2 ദിവസം കഴിഞ്ഞിട്ട് അവൻ നമ്മെ ജീവിപ്പിക്കും, 3-ാം ദിവസം അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും, നാം അവൻ്റെ മുൻപാകെ ജീവിക്കും. അപ്പോൾ 2-3 ദിവസമൊക്കെ പറയുന്നത് പെട്ടെന്ന് സംഭവിക്കുന്നൊക്കെ പ്രവാചകന്മാർ പറഞ്ഞിട്ടുണ്ട്, പെട്ടെന്ന് നിങ്ങളെ വിടുവിക്കുമെന്ന്. എന്നാൽ അവരുടെ ദീർഘനാളുകൾ ഈ ദൈവത്തിൻ്റെ ആ ഒരു ബാലശിക്ഷയിൽ കൂടി കടന്നു പോകുവാനായിട്ട് ഇടയായി തീർന്നു. ഇവർക്ക് ദൈവം കൊടുത്തൊരു ബാലശിക്ഷയാണ്. ദൈവം അവരെ സ്നേഹിക്കുന്നുണ്ട്. അപ്പൻ മക്കളെ സ്നേഹിക്കുന്നത് പോലെ, സ്നേഹിക്കുന്നവരെ ഡിസിപ്ലിൻ ചെയ്യുന്നത് പോലെ ഈ ജനത്തെ ദൈവം ഡിസിപ്ലിൻ ചെയ്യുകയാണ്. യോവേൽ പ്രവചനത്തിൽ നാം അത് വായിക്കുന്നു. യോവേൽ പ്രവചനത്തിൽ നാം വായിക്കുന്നുണ്ട്, അവൻ വെട്ടുക്കിളിയും തുള്ളനും പച്ചപ്പുഴയും ഒക്കെ അയച്ച് അത് ഈ ജനത്തെ ഡിസിപ്ലിൻ ചെയ്യുന്നതായിട്ട് കാണുവാൻ കഴിയും. അവരെ ഡിസിപ്ലിൻ ചെയ്യുകയാണ്. അവിടെ വായിക്കുന്നത്, വസ്ത്രത്തെയല്ല ഹൃദയത്തെ തന്നെ കീറി നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുവീൻ. അപ്പോൾ ഇവിടെ ഒരു ചെറിയ ജീവി അല്ലെങ്കിൽ വെട്ടുക്കിളി, തുള്ളനെ, പച്ചപ്പുഴു ദൈവത്തിൻ്റെ സന്ദർശന ദിവസത്തിൽ ദൈവം അയച്ച് ആ ജനത്തെ ദൈവം ആരെന്ന് വെളിപ്പെടുത്തി കൊടുക്കുന്നത് കാണുവാൻ കഴിയും. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഒരു ബാലശിക്ഷയാണ്. നമുക്കറിയാം, വൈറസ് ഒരു ചെറിയ വളരെ മൈന്യൂട്ടായിട്ടൊരു വിഷയമാണ്. എന്നാൽ അതിനെ ഉപയോഗിച്ചാണ് ദൈവം അവിടെ ഇന്ന് ദൈവം ആരാണെന്ന് ഈ ലോക ജനത അല്ലെങ്കിൽ ഹ്യൂമാനിറ്റിക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. ഇവിടെ ഈ പച്ചപ്പുഴവും തുള്ളനും വിട്ടിലും ഒക്കെ വളരെ നിസ്സാരമായവയാണ്. പക്ഷേ അതിൻ്റെ ആ അറ്റാക്ക് എന്ന് പറയുന്നത് വളരെ വളരെ ദോഷം ചെയ്യുന്ന ഒരു അറ്റാക്കാണ്. സംവത്സരങ്ങൾ
അത് മുഖാന്തരമായിട്ട് ഈ ജനത്തിന് നഷ്ടപ്പെടുത്തും. അവരുടെ സമ്പത്ത് വ്യവസ്ഥകളെ ബാധിച്ചു, അവരുടെ ആരോഗ്യത്തെ ബാധിച്ചു, അവരുടെ കുടുംബത്തെ ബാധിച്ചു, അവരുടെ ബന്ധങ്ങളെ ബാധിച്ചു. ഇങ്ങനെ ജീവിതത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലും അവർക്ക് നാശം സംഭവിക്കുന്ന, ഒരു ഡിസ്ട്രക്ഷൻ സംഭവിക്കുന്ന അവസ്ഥയിലേക്ക് കടന്നു വന്നു. ഇറ്റ് ഈസ് ദ ഡേ ഓഫ് ദ ലോർഡ്. ഇവിടെ ഈ പ്രവാചകൻ അല്ലെങ്കിൽ ഈ യോവേൽ പ്രവാചകൻ കാണുന്നത് ഡേ ഓഫ് ദ ലോർഡ് കാണുന്നത്, ഒന്ന് ഈ പച്ചപ്പുഴവും തുള്ളനും വീട്ടിലും ഒക്കെ സംഹരിച്ചു കളയുന്ന ഡേ ഓഫ് ദ ലോർഡാണ്. അതിനുശേഷമായിട്ട് പ്രവാചകൻ കാണുന്നത് അശൂര്യരുടെ ആക്രമണം ഒരു ഡേ ഓഫ് ദ ലോർഡാണ്. അതിനുശേഷം ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന ഒരു യഹോവയുടെ ദിനമുണ്ട്, യഹോവയുടെ ദിവസം വരുന്നു എന്ന് വായിക്കുന്നു. അപ്പോൾ ഇത് 3 അവസ്ഥകൾ ഇവിടെ കാണുവാനായിട്ട് കഴിയും. ഇത് നമുക്കൊരു ഇൻഡിക്കേഷനാണ്. ഇന്ന് നാം നേരിടുന്ന ഈ വിഷയം ഭാവിയിൽ വരുവാൻ പോകുന്ന ചില വിഷയങ്ങളെ കുറിച്ചുള്ള ഒരു ഇൻഡിക്കേഷൻ കൂടിയാണ്. ഫ്യൂച്ചർ, ദ അൾട്ടിമേറ്റ് ഫുൾഫിൽമെന്റ് വിൽ ടേക്ക് പ്ലേസ് ഇൻ ദ ഫ്യൂച്ചർ. ഇന്ന് നാം മനസ്സിലാക്കുക, ദൈവത്തിന്റെ ഇടപെടലുകൾ, ദൈവത്തിന്റെ ഇന്റർവെൻഷൻസ് എങ്ങനെയാണ്. ചെറിയ വിഷയങ്ങൾ കൂടിയാണെങ്കിലും ദൈവം ജനത്തെ മുഴുവനും പിടിച്ചു നിർത്തുന്ന കാണുവാൻ കഴിയും. ലോക ജനതയെ മുഴുവനും പിടിച്ചു നിർത്തുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവത്തെ അറിയുവാൻ ഉത്സാഹിക്കുക. ദൈവത്തിന് സ്തോത്രം. വസ്ത്രത്തെയല്ല, ഹൃദയത്തെ കീറി ദൈവസന്നിലേക്ക് കടന്നു വരുവാൻ, ബ്രോക്കൺ ഹാർട്ട് ദൈവസന്നിലേക്ക് കടന്നു വരികയായി തീരണം. ദൈവം മുഖപക്ഷം നോക്കുന്നവനല്ല. സ്വന്തം പുത്രനെ ആദരിയാതെ നമ്മുടെ ശിക്ഷകളെ ഏറ്റുകൊണ്ട് ക്രൂശിന്മേൽ മരിച്ചു. അത് നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം, നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം അവൻ മുറിവേറ്റും, അവൻ തകർന്നു വരുന്നു. നമ്മുടെ സമാധാനത്തിനായിട്ടുള്ള ശിക്ഷ അവന്റെ മേലായി. അവന്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്ന് ഇവിടെ ഓർപ്പിക്കുന്നുണ്ട്. അവൻ നമുക്ക് വേണ്ടി മരിച്ചു. എന്തിനു വേണ്ടിയാണ്? നമ്മുടെ സമാധാനത്തിനായിട്ടുള്ള ശിക്ഷ അവന്റെ മേലായി. യഹോവയെ അറിയുവാൻ ഉത്സാഹിക്കുക. നമ്മുടെ സമാധാനത്തിന് വേണ്ടിയാണ് നമ്മെ ദൈവം ചെസ്റ്റൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡിസിപ്ലിൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ബ്രോക്കൺ ഹാർട്ടോടുകൂടി ദൈവത്തിൽ കടന്നു വരണം. നമ്മുടെ ദൈവം ചെസ്റ്റൈസ് ചെയ്യും. ദൈവം നമ്മളെ ബാലശിക്ഷയിൽ കൂടി കടത്തി വിടുന്നു. ആ ബാലശിക്ഷ നമ്മുടെ ജീവിതത്തിൽ നാം ഏറ്റെടുത്ത് അതിനകത്തോട് ദൈവത്തെ അറിയുവാൻ നമ്മുടെ ജീവിതത്തിൽ ഇടയായി തീരുമ്പോഴാണ് ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്ന, ദൈവ സമാധാനം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്ന, ദൈവിക അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ, നമ്മുടെ എല്ലാ മണ്ഡലങ്ങളിലും അത് വെളിപ്പെടുവാനായിട്ട് ഇടയായിത്തീരുന്ന ദിവസങ്ങളിൽ ദൈവത്തെ അറിയുവാനുള്ള ഉത്സാഹം, ദൈവം നമ്മെ ഡിസിപ്ലിൻ ചെയ്യുമ്പോൾ ദൈവത്തെ അറിയുവാനുള്ളൊരു ഉത്സാഹം പ്രിയ ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകുവാനായിട്ട് ഇടയായിത്തീരണം. ദൈവത്തിന് സ്തോത്രം. 3-ാമത്തെ വിഷയം ഇവിടെ ദൈവത്തിന്റെ ആത്മ നമ്മെ ഓർപ്പിക്കുന്നത്, ദൈവത്തോട് കൂടുതൽ അടുത്ത് ചെല്ലണം. അന്വേഷിക്കണം. പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോഴാണ് ദൈവത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇവിടെ ഈ ജനത്തോടുള്ള ബന്ധത്തിൽ ദൈവം പറഞ്ഞു, മറഞ്ഞിരിക്കുന്നു, ദൈവം ഒളിച്ചിരിക്കുന്നു. എന്താണ്? ഈ ജനം ശരിയായിട്ട് പോകുന്നില്ല. അവരെന്നെ അന്വേഷിക്കണം. അവരെന്നെ അന്വേഷിച്ച്, അഗ്രസീവായിട്ട് അന്വേഷിച്ച്, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ ഞാൻ അവർക്ക് വേണ്ടി വെളിപ്പെട്ട് വരുവാനിടയായിത്തീരും. അപ്പോൾ ഈ ദിവസങ്ങളിൽ നാം അന്വേഷിക്കുന്ന പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കാൻ കഴിയണം. പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കാൻ കഴിയണം. നാം പലപ്പോഴും നമുക്ക് ആ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുവാൻ കഴിയാതെ, തിരക്കാണ്, ഭയങ്കര ബിസിയാണ് നാം, നമുക്ക് പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുവാൻ കഴിയുന്നില്ല. പലപ്പോഴും നമുക്ക് സമയമില്ല അന്വേഷിക്കാൻ, ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുവാൻ സമയമില്ല. Now the time has come to seek the face of God. ദൈവം ഒളിച്ചിരിക്കുകയാണ്, എന്നെ വന്ന് അന്വേഷിക്കട്ടെ. ദൈവം നമ്മെ തേടി വന്നവനാണ്. എന്നാൽ ഇപ്പോൾ ദൈവം അകന്നിരിക്കുകയാണ്, ദൈവം മാറിയിരിക്കുകയാണ്. അത് നമുക്ക് റിയലൈസ് ചെയ്യുവാൻ കഴിയും. ദൈവം എന്താണ് പ്രാർത്ഥന കേൾക്കാത്തത്? ദൈവം എന്താണ് ഈ ജനത്തോട് കരുണ കാണിക്കാത്തത്? ദൈവം എന്താണ് ഈ ജനത്തിന്റെ അവസ്ഥയ്ക്കൊരു മാറ്റം വരുത്താത്തത്? ദൈവത്തിന് തന്റെ സൃഷ്ടിയോട് കരുണയില്ലേ എന്നൊക്കെ ചിന്തിക്കുക. ഇതെല്ലാം സകലതും ദൈവത്തിൻ്റെയാണ്. എന്തുകൊണ്ട് ദൈവം അതിനകത്ത് ഇടപെടുന്നില്ല? എന്നിട്ട് ദൈവം എവിടെ എന്ന് ചോദിക്കുന്ന ജനം ഉണ്ട്. ഇവിടെ ദൈവം മാറിയിരിക്കുകയാണ്, സൈലന്റായിട്ട് മാറിയിരിക്കുകയാണ്. അവർ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ, എൻ്റെ മുഖം അന്വേഷിക്കുമ്പോൾ ഞാൻ അവർക്ക് വെളിപ്പെട്ടു വരും എന്നാണ് ഇവിടെ നാം കാണുന്നത്. അപ്പോൾ ദൈവം ആ ഹൈഡിങ് പ്ലേസിൽ നിന്നും പുറത്തു വരും നാം അവനെ പൂർണ്ണമായി അന്വേഷിക്കുമ്പോൾ എന്നാണ് ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത്. ഇങ്ങനെയാണ് പറയുന്നത്, രാത്രി കഴിഞ്ഞ്
അത് പ്രഭാതത്തിൽ സൂര്യൻ ഉദിക്കുന്നത് പോലെ ദൈവം നിനക്ക് വേണ്ടി ഒരു 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 നിന്റെ അന്ധകാരത്തെ മാറ്റി, അത് എത്ര നിശ്ചയമുള്ളതാണ് ഒരു പ്രഭാതം, അതുപോലെ തന്നെ നിനക്ക് വേണ്ടി അവൻ ഉദിച്ചു വരുന്നവനാണ്. ദൈവത്തിന് സ്തോത്രം. ഇതൊരു വലിയ പ്രത്യാശ ദൈവം നമുക്ക് തരികയാണ്. നമുക്ക് വേണ്ടി ദൈവം ഇറങ്ങി പ്രവർത്തിച്ച്, നമുക്ക് വേണ്ടി ദൈവം അത് നമ്മുടെ അന്ധകാരത്തെ മാറ്റി, ആ രാത്രിയെ മാറ്റി പകലാക്കി തീർക്കുവാൻ അവൻ നമുക്ക് വേണ്ടി ഉദിച്ചുയരുന്ന ദൈവമാണെന്നൊരു വാഗ്ദത്തം ഇവിടെ നമുക്ക് നൽകുന്നുണ്ട്. തന്നെയുമല്ല, ഇവിടെ നാം അത് കാണുന്നത്, ദൈവത്തിന് സ്തോത്രം, അത് പിന്മഴയെയും മുൻമഴയെയും കുറിച്ച് പറയുന്നു. ഡ്രൈ ആയിരിക്കുന്ന പ്ലേസിൽ അത് മഴ പെയ്ത് അവിടെ തണുപ്പിക്കുന്നത് പോലെ വരണ്ടുപോയ ജീവിതത്തിന്റെ അവസ്ഥകളിൽ മഴ പെയ്യ്ക്കുന്നു. റൈറ്റ് ടൈം ദൈവം മഴ പെയ്യിച്ച്, അത് റൈറ്റ് ടൈമിൽ ദൈവത്തിന്റെ മഴ പെയ്യിച്ച് ദൈവം അനുഗ്രഹം നൽകുന്ന ദൈവമാണ്. അതാണ് ഇവിടുത്തെ 3-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അവന്റെ ഉദയം പ്രഭാതം പോലെ നിശ്ചയമുള്ളത്, അവൻ മഴ പോലെ ഭൂമിയെ നനയ്ക്കുന്ന പിന്മഴ പോലെ തന്നെ നമ്മുടെ അടുക്കൽ വരും. ഇറ്റ്സ് എ വെരി ഗ്രേറ്റ് കോൺഫിഡൻസ് ഗോഡ് ഹാസ് ഗിവൻ ടു us. അവൻ നമ്മുടെ അടുക്കൽ വരും. എങ്ങനെ? ഭൂമിയെ നനയ്ക്കുവാനായിട്ട് മഴ പെയ്യുന്നത് പോലെ, വരണ്ട് കിടക്കുന്ന അവസ്ഥകളിന്മേൽ മഴ പെയ്യുന്നത് പോലെ, വരണ്ട് കിടക്കുന്ന അവകാശത്തിന്മേൽ മഴ പെയ്യുന്നത് പോലെ, അത് ദൈവത്തിന്റെ അനുഗ്രഹം പകരുന്നത് പോലെ, അതെ, അവൻ നമ്മുടെ അടുത്തേക്ക് വരുമെന്നുള്ളൊരു വാഗ്ദത്തമാണ്. അവൻ ഹൈഡിങ് പ്ലേസിൽ നിന്നും പുറത്തു വന്ന് ഒരു സൂര്യൻ ഉദിക്കുന്നത് പോലെ ഉദിച്ചുയർന്ന് നമ്മുടെ അന്ധകാരമായിരിക്കുന്ന അവസ്ഥകളിൽ നിന്നും മാറ്റങ്ങളെ വരുത്തി ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടുവാൻ ഇടയായിത്തീരുന്നുള്ള വലിയ പ്രതീക്ഷ അവിടെ നമുക്ക് തരികയാണ്. ഇവിടെ നമ്മെ ഓർപ്പിച്ചുണർത്തുന്ന 2 ദിനവൃത്താന്തം 7-ാം അധ്യായം 14-ാം വാക്യമാണ്. ദൈവത്തിന്റെ നാമത്താൽ വിളിക്കപ്പെട്ടിരിക്കുന്ന ദൈവജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിഞ്ഞാൽ ഞാൻ ദേശത്തിന് സൗഖ്യം വരുത്തും. അപ്പോൾ ഈ ജനം ഇത് തിരിച്ചറിയുന്നു. യഹോവയെ അറിയുവാനുള്ള ഒരു ഉത്സാഹം അവരുടെ ജീവിതത്തിൽ കടന്നു വന്നു. അവർ കടന്നുപോയ ജീവിതത്തിന്റെ പാതകളിൽ അവർ വളരെ വേദനിപ്പിക്കുന്ന അവസ്ഥയിൽ കടന്നു വന്നു. എല്ലാ മണ്ഡലങ്ങളിലും അവർ തകർന്നു പോകുന്ന അവസ്ഥയിൽ കടന്നു വന്നു. ദൈവം അവരെ കൊണ്ടുവന്ന പാതകളിൽ അവർ മനസ്സിലാക്കിയ അത് ഒന്നാമത്തെ വിഷയം, അവനിൽ അത് തൂങ്ങിക്കിടന്നെങ്കിൽ മാത്രമേ അവന് ക്ലിങ് ഓൺ ടു ഹിം, then God will deliver. അവരെ ചെസ്റ്റൈസ് ചെയ്യുമ്പോൾ, അവിടെ ദൈവത്തെ അറിയേണ്ടതുപോലെ അറിഞ്ഞ് കഴിയുമ്പോൾ ദൈവർക്ക് വിടുതൽ നൽകുവാനായിട്ട് ഇടയായിത്തീർന്നു. അവർ അന്വേഷിച്ച് അത് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കൂടുതൽ അടുക്കുമ്പോൾ അവൻ ഒളിഞ്ഞിരിക്കുന്ന ദൈവമല്ല, അവൻ പുറത്തു വന്ന് അവിടെ അന്ധകാരത്തെ പ്രകാശമാക്കുന്ന ദൈവമാണ്. അവർക്ക് വേണ്ടി അനുഗ്രഹത്തിന്റെ മഴയെ വർഷിപ്പിച്ച് അവരുടെ അവകാശത്തെ അവൻ സമൃദ്ധിയോടെ മുൻപോട്ട് കൊണ്ടുപോകുന്ന ദൈവമാണ്. ദൈവത്തെ അറിയുവാനുള്ളൊരു ഉത്സാഹം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദിവസങ്ങളിൽ ദൈവം നമുക്ക് തരുന്ന അവസരങ്ങളാണ്. സാഹചര്യങ്ങൾക്ക് മാറ്റങ്ങൾ സംഭവിക്കുന്നു, ചുറ്റുപാടുകൾക്ക് മാറ്റങ്ങൾ സംഭവിക്കുന്നു, നമ്മുടെ പ്രതീക്ഷകളൊക്കെ അസ്തമിച്ചു പോകുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ കഴിയാതെ ഭയപ്പാടോടെ ജീവിക്കുന്ന ഒരു വലിയ കൂട്ടം ജനമുണ്ട്. ദൈവമക്കളുടെ ഇടയിലും ഈ ഭയപ്പാടോടെ ജീവിക്കുന്നവരുണ്ട്. എന്നാൽ ദിവസങ്ങളിൽ നമ്മെ ദൈവം ഒറ്റപ്പെടുത്തി നമ്മുടെ അറകളിൽ നമ്മെ ഒളിപ്പിക്കുമ്പോൾ, ക്രോധം കടന്നു പോകുമ്പോൾ ഒളിച്ചിരിക്കുവാൻ അവൻ നമ്മോട് ആഹ്വാനം ചെയ്യുമ്പോൾ, അതേ ദിവസങ്ങളിൽ യഹോവയെ അറിയുവാൻ ഒരു ഉത്സാഹം നമ്മുടെ ജീവിതത്തിൽ, ഒരു വലിയ ഉത്സാഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ആ ഉത്സാഹം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവനിൽ അത് തൂങ്ങിക്കിടക്കുവാൻ ഇടയായിത്തീരും. യാക്കോബ് കരഞ്ഞപേക്ഷിച്ചതുപോലെ നമ്മുടെ എല്ലാ സെൽഫും നമ്മൾ വിട്ട് അത് ദൈവത്തിൽ പൂർണ്ണമായി ട്രസ്റ്റ് ചെയ്യുന്ന ഒരവസ്ഥ, ദൈവത്തിൽ പൂർണ്ണമായി തൂങ്ങിക്കിടക്കുന്ന ഒരവസ്ഥ, ഇവിടെയാണ് അനുഗ്രഹം. ദൈവത്തിന്റെ കരസ്പർശനം നമ്മുടെ ജീവിതത്തിൽ അനുഭവിപ്പാൻ ഒരു പുതിയ സൂര്യൻ നമ്മുടെ ജീവിതത്തിൽ ഉദിക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. ദൈവം നമ്മെ ഡിസിപ്ലിൻ ചെയ്യും. നാം റിയലൈസ് ചെയ്യണം എന്തുകൊണ്ട് ദൈവം നമ്മെ ഡിസിപ്ലിൻ ചെയ്യുന്നു, എന്തുകൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നില്ല, എന്തുകൊണ്ട് നമ്മെ ഈ അവസ്ഥയിൽ കൂടി കടത്തിവിടുന്നു. ദൈവത്തെ അറിയുവാനുള്ള വലിയ ഉത്സാഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ദൈവത്തെ അന്വേഷിക്കുവാനുള്ള വലിയ ഉത്സാഹം ഉണ്ടാകട്ടെ. അവൻ നമുക്ക് വേണ്ടി വെളിപ്പെട്ട് വരുന്ന ദൈവമാണ്. അതുകൊണ്ട് അവൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമ്പൂർണ്ണമായി ഏൽപ്പിക്കാം. ഒരു നിമിഷം നമ്മുടെ തലകളെ വണക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം.
അത് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ അറിയുവാനുള്ള ഉത്സാഹം എത്രമാത്രം ഉണ്ടെന്ന് പരിശോധിക്കാം. നാം ഈ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ യാദൃച്ഛികമല്ല. ദൈവത്തിൻ്റെ കരമാണ് അതിൻ്റെ പുറകിൽ ചലിക്കുന്നത്. മനുഷ്യകരങ്ങൾക്ക് രക്ഷിക്കുവാൻ കഴിയുകയില്ല. ഇസ്രായേൽ മക്കളെ രക്ഷിക്കുവാൻ അശൂര്യർക്ക് കഴിയുകയില്ല. ചെറിയ പുഴുവിൽ നിന്ന് രക്ഷിക്കുവാൻ, വിട്ടിൽ നിന്ന് രക്ഷിക്കുവാൻ അതേ അശൂര്യർക്ക് കഴിയുകയില്ല. ദൈവത്തിന്റെ സന്ദർശനം ഹല്ലേലൂയ ഈ ജനത്തിന്മേൽ കടന്നു വന്നപ്പോൾ ശത്രുക്കളവരെ കീഴ്പ്പെടുത്തുവാൻ ദൈവം അനുവദിക്കുന്ന കാണുവാനായിട്ട് കഴിയും. നമ്മുടെ ജീവിതത്തിൽ ദൈവം ഏൽപ്പിച്ചു കൊടുക്കുന്ന അവസ്ഥകളുണ്ട്. അവസ്ഥകളുടെ മധ്യത്തിൽ നമുക്ക് ചെയ്യുവാൻ കഴിയുന്നത് പ്രിയ ദൈവമക്കളെ അവനിൽ തൂങ്ങിക്കിടക്കുന്ന ഒരവസ്ഥ, അവന്റെ ഡിസിപ്ലിൻ നാം ഏറ്റെടുക്കുന്ന ഒരവസ്ഥ നമ്മുടെ സമാധാനത്തിനായിട്ടാണ് എന്ന് തിരിച്ചറിഞ്ഞ് അത് ഏറ്റെടുക്കുവാൻ, അവന്റെ ബാലശിക്ഷയിൽ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴങ്ങൾ തിരിച്ചറിഞ്ഞ് അത് ജീവിതത്തിൽ ഏറ്റെടുക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ നമുക്കിടയായി തീരണം. ദിവസം അവനെ അന്വേഷിക്കുവാനുള്ള കാലമാണ്. ദൈവത്തെ അന്വേഷിക്കട്ടെ. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരെ ദൈവം തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തെ അന്വേഷിക്കുന്നുവോ ഒരു പുതിയ പ്രഭാതം നമ്മുടെ ജീവിതത്തിൽ ഉദിക്കുവാൻ ഇടയായിത്തീരും. പുതിയ അനുഗ്രഹം, പുതിയ മഴ നമ്മുടെ ജീവിതത്തിൽ പെയ്യുവാൻ, വലിയ ആത്മമാരി നമ്മുടെ ജീവിതത്തിൽ പെയ്യട്ടെ. ഒരു ഭൗതിക അവസ്ഥകൾക്ക് മാറ്റങ്ങൾ ഉണ്ടാകട്ടെ. നമ്മുടെ എല്ലാ ശുഷ്കമായ അനുഭവങ്ങളും മാറട്ടെ. അതിനുവേണ്ടിയുള്ള ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. യഹോവയെ അറിയുവാൻ നമുക്ക് ഉത്സാഹിക്കാം. അതിനൊരു പുതിയ റെസല്യൂഷൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഈ ജനത്തിന് പുതിയ റെസല്യൂഷൻ ഉണ്ടായി, ഒരു പുതിയ തീരുമാനവും പ്രതീക്ഷയും ഉണ്ടായി. നമ്മുടെ ജീവിതത്തിൽ അതിനുവേണ്ടിയുള്ള തീരുമാനവും പ്രതീക്ഷയും ഉണ്ടാകട്ടെ. സ്വർഗ്ഗപിതാവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അവിടെ നിങ്ങളോട് സംസാരിക്കുന്ന അവിടുത്തെ വചനത്തിനായി സ്തോത്രം. കർത്താവെ, അവിടുന്ന് അറിയാതെ അല്ല ഞങ്ങളുടെ സാഹചര്യങ്ങൾ മാറുന്നത്. സാഹചര്യങ്ങൾ അനുകൂലമായതും ചില സാഹചര്യം പ്രതികൂലമായി മാറുമ്പോൾ അവിടെയെല്ലാം ദൈവത്തെ അറിയുവാനുള്ള ഒരു ഉത്സാഹം ഞങ്ങളുടെ ജീവിതത്തിൽ അവിടെ തരുമാറാകേണ്ടതെന്ന് പ്രാർത്ഥിക്കുകയാണ്. പലപ്പോഴും ഞങ്ങൾ ലിമിറ്റ് ചെയ്ത് പരിമിതിപ്പെട്ട് ഞങ്ങളുടേതായ അവസ്ഥകളെക്കുറിച്ച് ചിന്തിച്ച് അവരെ പരിതപിച്ചിരിക്കുന്ന അവസ്ഥകളുണ്ട്. എന്നാൽ ഭയപ്പെട്ടിരിക്കുന്ന അവസ്ഥകളുണ്ട്. എന്നാൽ കർത്താവിൽ നിന്നൊരു വിടുതൽ പ്രാപിച്ച് ഈ ദിവസങ്ങളിൽ കർത്താവിൽ കൂടുതൽ പറ്റിച്ചേർന്നിരിക്കുവാന്, അത് കർത്താവ് തരുന്ന ഡിസിപ്ലിൻ ജീവിതത്തിൽ സന്തോഷത്തോടെ ഏറ്റെടുക്കുവാന്, കർത്താവിന്റെ മുഖം അന്വേഷിക്കുവാന് കർത്താവ് ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ സമയങ്ങൾ വേസ്റ്റായി പോകാതെ കർത്താവിനെ അറിയേണ്ടതുപോലെ അറിയുവാൻ, കർത്താവിന്റെ സ്വഭാവത്തെ അറിയേണ്ടതുപോലെ അറിയുവാൻ, കർത്താവിന്റെ പ്രവൃത്തികളെ അറിയേണ്ടതുപോലെ അറിയുവാൻ, കർത്താവിന്റെ ഉദ്ദേശത്തെ അറിയേണ്ടതുപോലെ അറിയുവാൻ കർത്താവ് ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. അതിനെ കേൾക്കുന്ന എല്ലാ നിന്റെ മക്കൾക്കുമായി സ്തോത്രം. എല്ലാവരെയും പേരുപേരായി കർത്താവെ അനുഗ്രഹിക്കണം. ഓരോരുത്തരുടെയും അവസ്ഥകളിൽ കർത്താവ് ഈ ദിവസങ്ങളിൽ ഇറങ്ങി പ്രവർത്തിക്കണം. ഓരോരുത്തരും ദൈവത്തോട് പറ്റിച്ചേർന്ന് ദിവസമായിരിക്കുവാൻ കൃപ ചെയ്യുമാറാകേണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാലെ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ.